നമസ്കാരം. ഓൺലി ഫാൻസ് എന്ന വാക്ക് കേട്ടാൽ അതെന്താണെന്നറിയാത്തവർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ ചില സിനിമ, വെബ് സീരീസ് താരങ്ങളും അല്ലാത്തവരുമായ യുവതികൾ തങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് വിശദീകരിക്കുന്നത്. കോവിഡ്-19 മഹാമാരി കാലത്ത് സംഭവിച്ച ഏറ്റവും വിചിത്രമായ കാര്യങ്ങളിലൊന്നായിരുന്നു ഓൺലി ഫാൻസ് എന്ന വെബ്സൈറ്റിന്റെ വളർച്ച. 2016 ആരംഭിച്ച ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ 40 ലക്ഷത്തിലധികം കണ്ടന്റ് ക്രിയേറ്റർമാരും 370 ദശലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളുമുണ്ട്. പണം നൽകുന്ന ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കണ്ടന്റുകൾ വിൽക്കുന്ന അഡൽട്ട് എന്റർടൈൻമെന്റ് താരങ്ങളാണ് ഈ സൈറ്റ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പല ഇൻസ്റ്റാ താരങ്ങളും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ വെബ്സൈറ്റിന്റെ വ്യാപകമായ ഉപയോഗത്തിൽ എല്ലാവരും അത്ര സന്തുഷ്ടരല്ല. സമീപകാലത്തായി റഷ്യയിലെ ഓൺലി ഫാൻസ് മോഡലുകൾക്കെതിരെ വ്ളാഡിമിർ പുടിൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രാജ്യത്തുടനീളം നടന്ന റെയ്ഡുകളിൽ മോഡലുകളെ കൂടാതെ പ്രൊഡ്യൂസർമാരെയും ക്യാമറ ഓപ്പറേറ്റർമാരെയും വരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യയെ അതിന്റെ പാരമ്പര്യ മൂല്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ശക്തമായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നതും സൂക്ഷിക്കുന്നതും നിയമവിധേയമാണെങ്കിലും അവ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. റഷ്യൻ വാർത്താ ഏജൻസിയായ ബാസയുടെയും ദി മോസ്കോ ടൈംസിന്റെയും റിപ്പോർട്ടുകൾ പ്രകാരം സോഷ്യൽ മീഡിയയിലെ 18+ ഉള്ളടക്കങ്ങൾ നിയമപാലകർ സജീവമായി നിരീക്ഷിക്കുകയും അശ്ലീല ദൃശ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഓൺലി ഫാൻസ് പോലുള്ള വെബ്സൈറ്റുകൾക്കെതിരെ കർശന നടപടിയെടുത്ത നിരവധി രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. ഖത്തർ, UAE, സൗദി അറേബ്യ, ഇറാൻ, പാകിസ്ഥാൻ, ചൈന, തുർക്കി, ബെലാറസ് കൂടാതെ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും ഈ സേവനം ഭാഗികമായി തടയുകയോ പൂർണ്ണമായി നിരോധിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഉപയോക്താക്കൾക്ക് ഇത് പ്ലാറ്റ്ഫോമിലെ ഉള്ളടക്കങ്ങൾ കാണാൻ സാധിക്കുമെങ്കിലും പൗരന്മാർക്ക് ഇതിൽ ഉള്ളടക്കങ്ങൾ അപ്ലോഡ് ചെയ്യാൻ അനുമതിയില്ല. പലരും VPN മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ റഷ്യ പാരമ്പര്യ മൂല്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഭാഗമായി വ്യക്തതയില്ലാത്ത നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി വിമതരെയും ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളെയും തിരഞ്ഞെടുത്ത് ലക്ഷ്യമിടാൻ ഉപയോഗിക്കുകയാണെന്ന് വിമർശകർ ആരോപിക്കുന്നു. അടുത്തിടെ നിരവധി പ്രമുഖ ഓൺലി ഫാൻസ് ക്രിയേറ്റർമാർക്കെതിരെ റഷ്യയിൽ കടുത്ത കോടതി നടപടികൾ ഉണ്ടായിരുന്നു. ജൂലൈയിൽ ഇന്റർനെറ്റിലൂടെ അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുകയും പങ്കുവെക്കുകയും ചെയ്തതിന് 21-കാരിയായ സോഫിയ വെർഷനിയെ മോസ്കോ കോടതി കുറ്റക്കാരിയായി വിധിച്ചിരുന്നു. 2024 ജനുവരി മുതൽ ഓൺലി ഫാൻസിലൂടെയും ടെലിഗ്രാമിലൂടെയും ഏകദേശം 3 കോടിയിലധികം രൂപയാണ് 21-കാരിയായ സോഫിയ സമ്പാദിച്ചത്. കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് 45,000 പൗണ്ട് പിഴയും 3 വർഷത്തെ തടവ് ശിക്ഷയുമാണ് കോടതി വിധിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത സെക്സ് ടോയ്കളും മറ്റ് സാധന സാമഗ്രികളും അവൾക്ക് തിരികെ നൽകിയിട്ടുമുണ്ട്. 24-കാരിയായ അനസ്താസിയ ഓവ്സിയാനിക്കോവയെ ജർമ്മൻ പ്രൊഡ്യൂസർ ലുഡ്വിഗ് ക്രിഷ്കറിനൊപ്പം ജൂണിലാണ് പിടികൂടിയത്. ഇവരുടെ വസതിയിൽ നിന്ന് ഉപകരണങ്ങളും അധികൃതർ പിടിച്ചെടുത്തിരുന്നു. ഡയാന ഷുറിഗിനി എന്ന 27-കാരിയാണ് മറ്റൊരാൾ. ബാലിയിൽ നിന്ന് തിരിച്ചെത്തിയ ഇവരെ നിലവിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 6 വർഷം വരെ തടവ് ശിക്ഷ ഇവർക്ക് ലഭിച്ചേക്കാം. ജൂണിൽ ഇവരുടെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയ പോലീസ് സെക്സ് ടോയ്കളും ക്യാമറകളും മറ്റ് ചിത്രീകരണ ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു. തന്റെ 17-ാം വയസ്സിൽ റഷ്യൻ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് തലേവർഷം താൻ ഒരു ബലാത്സംഗത്തിനിരയായ വിവരം വെളിപ്പെടുത്തുന്നതോടെയാണ് ഡയാന പ്രശസ്തയാകുന്നത്. ഒരു സുഹൃത്തിന്റെ ജന്മദിനാഘോഷത്തിനിടെ അന്ന് 21 വയസ്സുണ്ടായിരുന്ന സെർജി സെമനോവ് എന്നയാൾ മുറിയുള്ളിൽ നിന്ന് പൂട്ടി തന്നോട് ക്രൂരമായി പെരുമാറുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും അവൾ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ കേസിനെ തുടർന്ന് സെമിനോവിന് 8 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. പിന്നീട് ഇയാളുടെ ശിക്ഷ 3 വർഷവും 3 മാസവുമായി കുറയ്ക്കുകയും 1 വർഷത്തിന് ശേഷം പരോളിൽ മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. അധികൃതർ കസ്റ്റഡി എടുക്കുന്നതിന് മുൻപ് തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഇന്തോനേഷ്യയിലേക്ക് തിരികെ രക്ഷപ്പെടാൻ ഇവർ ശ്രമിച്ചിരുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മോസ്കോയിലൂടെ നഗ്നയായി നടക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിനാണ് 22-കാരിയായ അനസ്താസിയ ബ്രാഗിനി എന്ന റിയാലിറ്റി ഷോ TV താരത്തെ തടവിലാക്കിയിരിക്കുന്നത്. റഷ്യയിലെ പോൺ വിരുദ്ധ നടപടികൾക്ക് മുന്നിൽ നിൽക്കുന്നത് സേഫ് ഇന്റർനെറ്റ് ലീഗ് മേധാവിയും പുടിന്റെ വലങ്കയും സിവിക് ചേംബർ അംഗവുമായ എകറ്റേറീന മിസുലിനെയാണ്. ഇന്റർനെറ്റിൽ കർശനമായ സെൻസർഷിപ്പ് വേണമെന്ന് വാദിക്കുന്ന മിസുലിന 2013 റഷ്യയുടെ കുപ്രസിദ്ധമായ ഗേ പ്രൊപ്പഗണ്ട നിയമം രൂപീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചിരുന്നു. LGBTQ+ ഉള്ളടക്കങ്ങൾ പ്രായപൂർത്തിയാകാത്തവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമാക്കുന്നതായിരുന്നു ആ നിയമം. 10 വർഷങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര LGBTQ പ്രസ്ഥാനത്തെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാനും അതുവഴി അത് പൂർണ്ണമായും നിയമവിരുദ്ധമാക്കാനുമുള്ള റഷ്യൻ സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് അടിസ്ഥാനമായതും ഈ നിയമമാണ്. വ്യക്തതയില്ലാത്ത നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ക്രെംലിൻ വിമതരെയും ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളെയും ലക്ഷ്യമിടാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് വിമർശകർ ആരോപിക്കുന്നു. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് സാമ്പത്തിക ഉപരോധങ്ങൾ വന്നപ്പോൾ റഷ്യൻ ക്രിയേറ്റർമാരുടെ അക്കൗണ്ടുകൾ ഓൺലി ഫാൻസ് താൽക്കാലികമായി തടഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പേയ്മെന്റ് മാർഗ്ഗങ്ങൾ ലഭ്യമാകുന്നവർക്ക് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ച് നൽകുകയായിരുന്നു.